ഹലോ ഗൈസ്, ഇപ്പോൾ 8:03. അപ്പോൾ ഞാനും ക്യാമറമാനും കൂടി ഇവിടുന്ന് ആലത്തൂർപ്പടിയിൽ നിന്ന് സിയാർത്ത് പോകാൻ പോവാണ്. എവിടെക്കാന്നറിയോ? തിരുവനന്തപുരം. അപ്പോൾ ഓരോരോ വിശേഷങ്ങളായിട്ട് അവിടെ നിന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബസ് കേട്ടോ. അഫ്രാത്ത് എയർ ബസ്. അത് സെറ്റ് ബസ്സായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ചേർത്തിക്കാൻ പറഞ്ഞാൽ വെളിയങ്കോടാണ്. ഓക്കെ, അപ്പോൾ അല്ലേ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ സ്ഥലമായ പുത്തമ്പള്ളി ദർഗാ ഷരീഫിലാണ്. നമ്മൾ വെളിയങ്കോട് അധികം ടൈം നിന്നിട്ടില്ല, അത് ടൈം പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പുത്തമ്പള്ളി ദർഗയിലെ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഈ മരുന്ന് വെള്ളം. നിരവധി രോഗങ്ങൾക്കുള്ള ഷിഫ ഇതിലുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ സ്ഥലമായ മണ്ണാത്തല മക്കാമിലാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ നാലാമത്തെ സിയാറത്ത് കേന്ദ്രമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ മസ്ജിദിലാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അഞ്ചാമത്തെ സ്ഥലമായ കൊല്ലം കരുനാഗപ്പള്ളി മക്കാമിലാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, കറക്റ്റ് ഒരു താജ്മഹലിൻ്റെ അതേ ഒരു രൂപകൽപ്പനയാണ് ഇതിന് നിർമ്മിച്ചിട്ടുള്ളത്. ഫുൾ തൂവെള്ള കളറിൽ. ഒരു മക്കാമിൽ നിന്ന് അടുത്ത മക്കാമിലേക്ക് കുറേ ദൂരമുള്ളത് കൊണ്ട് നമ്മുടെ ഫാനിൻ്റെ കാറ്റ് കൊള്ളുന്ന ക്യാമറമാനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ആറാമത്തെ സ്ഥലമായ കടുവേൽ പള്ളി മക്കാം. ഇതിൽ കാണിക്കുന്നത് കടുവേൽ ജുമാ മസ്ജിദ് എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഏഴാമത്തെ സ്ഥലമായ ആലങ്കോട് മക്കാമാണ്. അപ്പോൾ യെസ്, നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ ഇരിക്കുന്ന ഭീമാപള്ളിയിൽ എത്താനുള്ള ഒരു ആകാംക്ഷയിലാണ്. ആദ്യമായിട്ടാണ് ക്യാമറമാൻ അവിടെ പോകുന്നത്. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഭീമാപള്ളിയിലാണ്. അതായത് നമ്മളെ മാലിക് സിനിമ എന്താണെന്ന് പറയുന്നത് ആ പള്ളിയാണിത്. ഈ പള്ളിയിൽ നമ്മൾ വന്നതാണ് സിയാർത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം കണ്ട് മനസ്സിലാക്കി കുറേ സിയാർത്ത് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ യെസ്, നമ്മൾ എട്ടാമത്തെ സ്ഥലമായ ഭീമാപള്ളി ദർഗാ ഷരീഫിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവിടെ എത്തിപ്പെട്ടത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്നാൽ എല്ലാ മതക്കാർക്കും ഒരുപോലെ വരാവുന്ന ഒരു അടിപൊളി മക്ബറയും മസ്ജിദുമാണിത്. ആർക്കും വിവേചനങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ വരുവാനും. ഇതിൻ്റെ അടുത്തൊരു കിണറുണ്ട്, മരുന്ന് കിണർ എന്നാണ് പറയുന്നത്, ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ വന്ന് ആർക്കും ഇഷ്ടം പോലെ വെള്ളം കോരി കുളിക്കാവുന്നതുമാണ്. തൻ്റെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നടക്കുവാനും രോഗശമനത്തിനും വേണ്ടി നിരവധി പേരാണ് ഇവിടെ ദിവസവും വന്നു പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഭീമാപള്ളിയിലാണ്. ബാക്കിൽ കാണുന്നുണ്ടാവും, ഭീമാപള്ളിയിലാണ് ഗൈസ്. ഭീമാപള്ളി ഞങ്ങൾ കുളിക്കാൻ പോണേ. അപ്പോൾ ബാക്കി വിവരങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാം, കാണാം. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ പോകുന്നത് തിരുവനന്തപുരം സൂയിലേക്കാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ തിരുവനന്തപുരം സൂയിലാണ്. അപ്പോൾ ഞങ്ങളിതിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ലിസ്റ്റിലില്ലായിരുന്നു. കുറച്ച് സൂയിലെ കാഴ്ചകളൊന്ന് കണ്ടിരുന്നോളൂ. കുറേയൊന്നുമില്ല, വല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. കുറച്ച് മാനുകൾ, കുറച്ച് ഹിപ്പോപ്പൊട്ടാമസും, കുറച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം സൂയിൽ പണ്ടത്തെ പോലെ കുറേ മൃഗങ്ങളൊന്നുമില്ല, മൃഗങ്ങൾ വളരെ കമ്മിയാണ്. അപ്പോൾ വീഡിയോയും വളരെ അത്യാവശ്യമുള്ളത് മാത്രമേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, പണ്ടൊക്കെ തിരുവനന്തപുരം സൂവിൽ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു. 4 മണിക്കൂർ വെച്ച് കാണാനുള്ള മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികവും മൃഗങ്ങളില്ല, വളരെ കമ്മിയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയും വളരെ കമ്മിയായിരിക്കും.
ഇന്നേരെ വിഴിഞ്ഞത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വിഴിഞ്ഞം ഹാർബർ. ചുറ്റോട് ചുറ്റും കടൽ ചുറ്റപ്പെട്ട മക്ബറ. ഇവിടെ 2 മക്ബറകളുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 50ാമത്തെ സ്ഥലമായ വിഴിഞ്ഞം മക്കാം, രണ്ടാമതായി വിഴിഞ്ഞം പാറപ്പള്ളി മക്കാമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ ഹാർബറും ഈ കടലാൽ ചുറ്റപ്പെട്ട 2 മക്കാമുകളും പിന്നെ ഈ കടൽ തീരവും ഇവിടുത്തെ കച്ചവടവും ഫ്രഷ് മീൻ കൊണ്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. ഗൈസ്, ഇവിടെ വന്നപ്പോൾ ഒരു ചായ പരിചയപ്പെട്ടു. 2 സുലൈമാനി ഓർഡർ ചെയ്താണ്. അപ്പോൾ വന്നതെന്താ ലെയറായിട്ടുള്ള ചായ എന്നൊക്കെ ഓല് പറയുന്നുണ്ട്. പുതിനൊക്കെ ഉണ്ട്, അടിപൊളി സാധനമെന്ന് ഓല് പറഞ്ഞത്. ഞാൻ ക്യാമറമാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ അനുഭവങ്ങളാണ്. ഗൈസ്, ഇവിടെ വന്ന് മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. നേരെ ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആടുകൾ, കുറേ ആടാണ് ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടാവും. അവരെല്ലാവരും ഒരുമിച്ച് കൂടി എവിടെയാണ് അവർ വന്നത് അങ്ങോട്ട് പോകണം നിൽക്കുകയാണ്. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. എൻ്റെ ചെറുത് തല്ല കൂടുന്നുണ്ട്, വേറെ വിഷയം. ഗൈസ്, വിഴിഞ്ഞ ഹാർബറിലെ രാവിലെക്കാട്ടിയും ഭംഗി രാത്രിയിൽ ദൃശ്യമാണ് കേട്ടോ. ഫുൾ ലൈറ്റാൽ മൂടിയ അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇതാണ് വിഴിഞ്ഞ ഹാർബർ. നമ്മൾ പറഞ്ഞ 2 മക്കാമുകളും. ഓക്കെ, നേരെ നാട്ടിലേക്കാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. നമ്മുടെ മലപ്പുറം ജില്ലയിലല്ലാത്ത എല്ലാ ജില്ലയിലും പെരും മഴ, ഭയങ്കര മഴയാണ്. വണ്ടിയൊക്കെ സ്ലിപ്പാകുമെന്ന അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ നല്ലൊരു വാർത്ത കേട്ടു. ഗൾഫിലെ ജയിൽ 18 കൊല്ലമായി തൻ്റെ മാതാവിൻ്റെ കരച്ചിൽ കണ്ട് കഴിയുന്ന അബ്ദുറഹീം എന്ന സഹോദരന് വേണ്ടിയുള്ള 34 കോടി രൂപ നമ്മളെ കേരളക്കാർ മുഴുവൻ സെറ്റാക്കി കൊടുത്തു. അതിനുവേണ്ടി പറഞ്ഞ ബോബി ചമ്മണ്ണൂരിനും സാബിക്കാക്കും നന്ദി. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. നാട്ടിലെത്തിയപ്പോഴേക്കും വെള്ളി രാവിലെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മൾ സഞ്ചരിച്ച് 2 രാത്രിയും 1 പകലുമാണ്. ഇതിന് നല്ല വീഡിയോസുമായി കാണാം. ബൈ.